സാധാരണ ടാസ്ക് ബാർ സ്ഥിരമായിട്ടാണ് ഉണ്ടാവുക. ചില കമ്പ്യൂട്ടറുകളിൽ ഇത് ഹൈഡ് ആൻഡ് ഷോ ആയിട്ട് ഇങ്ങനെ നിൽക്കും. താഴത്തേക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ ഷോ ആവും, പിന്നെ കാണില്ല. ഇത് സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. അതിനുശേഷം ഓട്ടോ ഹൈഡ് ടാസ്ക് ബാർ എന്നുള്ളത് ചെക്ക് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ ചെക്കായി കിടക്കുന്നുണ്ടാവും, അത് അൺചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് ബാർ സ്ഥിരമായിട്ട് നിൽക്കും. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ ഓക്കെ കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുകയാണ്. ഇപ്പോൾ മൈ കമ്പ്യൂട്ടർ ആണെന്ന് ഇരിക്കാം, അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ടാസ്ക് ബാർ ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട്. ഇത് കാണാൻ കാരണം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോയി കീപ് ദ ടാസ്ക് ബാർ ഓൺ ദ ടോപ്പ് ഓഫ് അതർ വിൻഡോസ് എന്ന ഈ ചെക്ക് ബോക്സ് ഓൺ ആയി കിടക്കുന്ന കാരണമാണ് ഇതിവിടെ കാണുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോ ആണ് കാണുക, മുഴുവനായിട്ട് വിൻഡോ കാണാനായിട്ട് പറ്റും. എന്നാൽ ഡെസ്ക് ടോപ്പിൽ എത്തിയാൽ മാത്രം നിങ്ങൾക്ക് ടാസ്ക് ബാർ കാണാനായിട്ട് സാധിക്കും. മറ്റ് പ്രോഗ്രാമുകൾ റൺ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് സ്ക്രീൻ വിൻഡോസ് എക്സ്പി ആണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ലോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇത് എപ്പോഴും എല്ലാ വിൻഡോകൾക്കും മുകളിലാക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിലേക്ക് പോവുക. അതിനുശേഷം കീപ് ദ ടാസ്ക് ബാർ ഓൺ ദ ടോപ്പ് ഓഫ് വിൻഡോസ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ ക്വിക്ക് ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നിട്ടുണ്ട്, പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ക്വിക്ക് ലോഞ്ച്. അത് കാണുന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഇവിടെ ഷോ ക്വിക്ക് ലോഞ്ച് എന്ന ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക, അപ്ലൈ ചെയ്യാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്വിക്ക് ലോഞ്ച് കാണാൻ പറ്റും. ഇത് കൂടാതെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൂൾ ബാർസിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെയും ക്വിക്ക് ലോഞ്ച് കാണാൻ പറ്റും. ഇത് ചെക്ക് ചെയ്താൽ അൺചെക്ക് ചെയ്താലായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ക്വിക്ക് ലോഞ്ച് ഇവിടെ ലഭിക്കുന്നതാണ്.